ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6-ാം അധ്യായത്തിൽ 6-ാം മുദ്ര പൊട്ടിക്കുകയാണ് കുഞ്ഞാട്. എന്നിട്ട് അധ്യായം അവസാനിക്കുന്നത് ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് ആ ഒരു അധ്യായം അവസാനിക്കുന്നത്. 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. 6-ാം മുദ്രയും 7-ാം മുദ്രയും തുറക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണുകളിൽ 4 മൂലയ്ക്ക് നിന്നിട്ട് ദേശത്ത് കാറ്റ് അടിക്കാതെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആഫ്റ്റർ ദീസ് തിങ്സ്, അതിന് ശേഷം, ആഫ്റ്റർ ദീസ് തിങ്സ് ഏതിന് ശേഷമാണ്? 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ള കുതിരയിൽ യാത്ര ചെയ്ത് വരുന്ന എതിർ ക്രിസ്തു ഒരു ഫോൾസ് പീസുമായിട്ട്, വ്യാജ സമാധാനമായിട്ട് വരുന്നു. 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ചുമന്ന കുതിരയിൽ വരുന്നു. യുദ്ധങ്ങളെ കാണിക്കുകയാണ്. അനേകർ മരിച്ചു വീഴുന്നു. റൈഡർ ഓൺ ദ ബ്ലാക്ക് ഹോഴ്സ്, കറുത്ത കുതിരയിൽ യാത്ര ചെയ്തു വരുന്നവൻ ക്ഷാമത്തെ കാണിക്കുന്നു. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ മരണത്തെ കാണിക്കുന്ന കറുത്ത കുതിരയിൽ യാത്ര ചെയ്തു വരുന്നു. ഈ 4 കുതിരയിൽ വരുന്ന ഒരേ ആൾ തന്നെ ആന്റി ക്രൈസ്റ്റാ, പക്ഷെ ഡിഫറെന്റ് റോൾ, അവരുടെ വ്യത്യസ്തമായ റോൾ ആണെന്നേ ഉള്ളൂ. 5-ാം മുദ്രയിൽ നമുക്ക് കാണുന്നു അനേക രക്തസാക്ഷികളാകുകയാണ്. അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പുതിയ യെരൂശലേമിൽ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള യാഗപീഠത്തിന് കീഴിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ വായിച്ചു. 6-ാമത്തെ മുദ്രയിൽ കുഞ്ഞാടിൻ്റെ ക്രോധം പകരപ്പെടുകയാണ്. അപ്പോൾ ഈ 6 മുദ്രയ്ക്ക് ശേഷം യോഹന്നാൻ കാണുന്ന കാര്യമാണ്. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കാറ്റ് ഇവിടെ നമുക്ക് 2 രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ലിറ്ററലി യഥാർത്ഥമായിട്ട് കാറ്റ് അടിക്കുന്നില്ല, ഒട്ടും കാറ്റില്ല, എയർ പ്രഷർ ഇല്ല. അങ്ങനെ വരുമ്പോൾ പുറപ്പാട് 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഇംഗ്ലീഷ് ബൈബിൾ KJV വായിക്കുന്നത് പോലെ, ആൻഡ് മോസസ് സ്ട്രെച്ച്ഡ് ഫോർത്ത് ഹിസ് റോഡ് ടുവേർഡ്സ് ഹെവൻ ആൻഡ് ദ ലോർഡ് സെന്റ് thunder and hail and the fire ran along upon the ground and the Lord rained hail upon the land of Egypt. അപ്പോൾ അവിടെ നടന്ന എന്നാന്ന് വെച്ചാൽ, കൊള്ളിയാനും ഇടിമുഴക്കവും ഒക്കെ വരുമ്പോൾ ഈ തീ ഭൂമിയുടെ ഹൊറിസോണ്ടലായിട്ട് ഓടും. ഇന്ന് നമ്മൾ കാണുന്നത് കൊള്ളിയാൻ ആകാശത്ത് താഴോട്ട് വരുന്നതായിട്ടില്ല. അപ്പോൾ കാറ്റില്ലാതെ വരുമ്പോൾ പുറപ്പാട് 9:23 അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദ ഫയർ റാൻ എലോങ് അപ്പോൺ ദ ഗ്രൗണ്ട്. അപ്പോൾ അത് നോക്കി, എത്ര ഒരു ഇടിയും ഒരു മിന്നലിൽ എത്ര വാട്ട് ശക്തിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഈ ഭൂനിരപ്പിന് ആ തീ യാത്ര ചെയ്യുമ്പോൾ കാടുകളെല്ലാം എന്തെല്ലാം നാശനഷ്ടമാണ്
സംഭവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1/3 കാടുകൾ, ഫോറസ്റ്റുകൾ കത്തി നശിക്കുകയാണ് ഈ മഹോപദ്രവകാലത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ. ഇതൊരു കാരണമാകാം. അടുത്ത ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഈ കാറ്റുകൾ ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നതാകാം. കാരണം ദൂതന്മാർ തടയുന്നത് എന്താണ്? 7ാം മുദ്ര തുറക്കാൻ വെയിറ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്തിരിക്കുക, അതുവരെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഭൂമിയുടെ 4 കോർണർ, 4 മൂലകൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് എർത്തിൻ്റെ ഹോൾ വേൾഡ്, ഹോൾ ഗ്ലോബിൻ്റെ 4 ദിശകൾ, അതായത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. എന്നാൽ അതിലും അല്പം കൂടെ കറക്റ്റായ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് ബൈബിളിൽ പലയിടത്ത് പ്രവചന പദ്ധതികളിൽ ഉപയോഗിക്കുമ്പോൾ അത് അബ്രഹാമിനും ഇസ്രായേലിനും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശത്തിൻ്റെ 4 കോർണറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എഹെസ്കേൽ 7:2 നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഓൾസോ thou son of man, thus saith the Lord God unto the land of Israel, the end is come upon the 4 corners of the land. അപ്പോൾ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത ആ ദേശത്തിന് 4 മൂലകളുണ്ട്, 4 corners of the land. അത് മലയാളത്തിൽ നമുക്കൊന്ന് വായിക്കാം. എഹെസ്കേൽ 7:1-3 വരെയുള്ള വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവസാനം ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിന്റെ മേൽ അയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ചു നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. അപ്പൊ നമ്മൾ നോക്കണം, ഈ മഹോപദ്രകാലത്തിന്റെ ഉദ്ദേശം, ഇത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ശുദ്ധീകരണമാണ് മഹോപദ്രകാലത്തിൽ കൂടി ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ഹോൾ ഗ്ലോബ് ഒരു ഗ്ലോബൽ ഇവൻ്റ് ആകുകയില്ല. ഇത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കാര്യമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എഹെസ്കേൽ 7-ാം അധ്യായം നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും. ഈ വെളിപ്പാടിൽ നടക്കുന്നത് തന്നെയാണ് ആ പ്രവചനത്തിൽ മുൻപോട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം നമുക്ക് വായിക്കാം. ഇവിടാണ് ആ ടൈം ഗ്യാപ്പ് വരുന്നത്. നമുക്കൊന്ന് വായിക്കാം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. എന്താണ് ടൈം? ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഒരു മുദ്ര വെക്കുവോളം ഈ കാറ്റ് അടിക്കുന്നില്ല. അപ്പോൾ ഈ കാറ്റ് ഒരു ജഡ്ജ്മെൻ്റ്, 7-ാം മുദ്ര ആകാൻ സാധ്യതയുണ്ട്. ആ ജഡ്ജ്മെൻറ്റിനെ കാണിക്കുന്നതാണ്. ഇതേ കാര്യം നമുക്ക് യെഹെസ്കേൽ 7-ാം അധ്യായം 1-6 നമുക്ക് ആ 7-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. ഇതേപോലെ ഒരു കാര്യം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പം ഈ പ്രോഫസി പ്രോഗ്രാം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദരുടെ ഐഡിയോളജി, അവരുടെ ആ തിങ്കിങ് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലൊരു കാര്യം മുമ്പ് പ്രവാചകന്മാരോ ദൈവമോ ആരിൽ കൂടി സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഐഡിയോളജി. അതേസമയം യവന്മാർ, ജെൻറ്റൈൽസ്, ഗ്രീക്സ് തിങ്ക് ചെയ്യുന്നത് ഇത് ഭൂമിയിൽ നിന്നാണോ
അതോ ഇത് സ്വർഗത്തിൽ നിന്നാണോ, ഇത് ജഡീകമാണോ, അതോ ഇത് ആത്മീകമാണോ? ഇങ്ങനെയാണ് അവർ ഓരോ കാര്യത്തെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അനേക ഭാഗങ്ങളിൽ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുവൻ മുമ്പ് പറഞ്ഞു, ഇങ്ങനെ ഒരുവൻ മുമ്പ് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് അതാണ് ആ ഒരു ജൂവിഷ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ വെളിപ്പാട് 7 മുദ്ര വെക്കുന്ന അതേപോലൊരു സംഭവം യെഹെസ്കേൽ 7-ാം അധ്യായം 1-6 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. നമുക്കൊന്ന് വായിക്കാം. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച്, നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവിൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിൽ എടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴ കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റുകളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അപ്പോൾ വായിക്കാം. അവൻ അവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹിതന്മാരെ കൊണ്ട് നിറപ്പിൻ, പുറപ്പെടുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ട് നഗരത്തിൽ സംഹാരം നടത്തി. അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. ഞാൻ കവിണു വീണു. അയ്യോ യഹോവയായ കർത്താവേ, യെരൂശലേമിൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഒക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിന് അവൻ എന്നോട്, ഇസ്രായേൽ ഗൃഹത്തിൻ്റെയും യഹൂദ ഗൃഹത്തിൻ്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു, യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ. ഞാനോ എൻ്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അരുളി ചെയ്തു. ശണവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നുവെന്ന് വസ്തുത ബോധിപ്പിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, മുമ്പും ഇതുപോലൊരു സംഭവം പ്രൊഫസിയിൽ നടന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, യെരൂശലേമിൽ നടക്കുന്ന മ്ലേച്ഛത ഓർത്ത് ദുഃഖിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ആ ജനതയുടെ നെറ്റിമേലാണ് ഈ മുദ്ര വെച്ചിരിക്കുന്നത് അല്ലേ? ഇതുപോലെ ഇസ്രായേലിൽ ഒരു 144,000 പേരുടെ ഒരു സംഘം, ഓരോ ട്രൈബ്, ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വെച്ച് 144,000 ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ നെറ്റിമേലാണ് ഈ മുദ്ര ഇടുന്നത്. ഈ മുദ്ര നമുക്ക് വായിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 4 തൊട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് ഫോഴ്സാണ്. ഇസ്രായേലിൽ യെരൂശലേമിൽ നടക്കുന്ന മ്ലേച്ഛതയെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. ഇവരെല്ലാവരും യഹൂദരാ. ഇവർ ജെൻറ്റൈൽസ് ഇല്ല ഈ 144,000 പേരിൽ. കാരണം റാപ്ചറിന് ശേഷം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം വീണ്ടും യഹൂദരും ജാതികളും ഇടയിൽ ഉള്ള ആ ഒരു നടച്ചുവര്, ആ വ്യക്തി വീണ്ടും ഉയർത്തപ്പെടുകയാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതേസമയം ഇന്ന് കൃപായുഗത്തിൻ്റെ സമയത്ത് ആ ഒരു ഡിഫറൻസ് ഇല്ല. ഇന്ന് യഹൂദനോ
അന്യജാതിക്കാരോ എന്നുള്ളൊരു ഡിഫറൻസ് ഇല്ല. അതേസമയം റാപ്ചറിന് ശേഷം വീണ്ടും അത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, യഹൂദരല്ലാതിരിക്കുന്നവർ, അവർ യഹൂദർ എന്ന് പറയുന്നവർ സാത്താൻ്റെ പള്ളിക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമുക്ക് ഈ 144,000 പേരുടെ സവിശേഷതകൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്താൽ മുദ്രയിട്ടപ്പെട്ടവരാണിത്. ഇവർ ഈ 144 പേരും ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ഉണ്ട്, അതിനെ കാണിക്കുന്നതാണ് ഈ മുദ്ര. രണ്ടാമത്തെ കാര്യം, 144,000 പേരും ജൂതന്മാരാണ്, വിജാതികാരല്ല. ഇവർ പുരുഷന്മാരാണ്, ഇവർ വെർജിൻസാണ്, ഇവർ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരാണ്, സ്ത്രീകളുമായിട്ട് ബന്ധം ഇല്ലാത്തവരാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോവേർബ്സിനകത്ത് നമുക്ക് 2 സ്ത്രീകളെ കാണാൻ കഴിയും. ഒന്ന് ജ്ഞാനത്തെ ഒരു സ്ത്രീയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. മറ്റേത് ഒരു മ്ലേച്ഛതയെ, ഒരു ദുരുപദേശത്തെ മറ്റൊരു സ്ത്രീയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനം തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു തീമാണ് പ്രോവേർബ്സ് ആ ബുക്കിൻ്റെ. അതുപോലെ ഇവരിവിടെ സ്ത്രീകളുമായിട്ട് ഇടകലർന്നില്ല എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ദുരുപദേശം, അതായത് ഈ മഹോപദ്രവകാലത്ത് ആ 7 സഭകളോട് ദൂതറിയിക്കുമ്പോൾ അവിടെ ഇസബേൽ എന്ന സ്ത്രീ അല്ലേ, അവരെന്ത് ചെയ്യുക, ഇസ്രായേലിനെ വിഗ്രഹാരാധനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും നയിക്കുന്നൊരു ഉപദേശം, അതിനെ എതിർത്ത് നിൽക്കുന്നവരാണ് ഈ 144,000 പേര്. ഇവർ പൂർണ്ണ ഭക്തരാണ്. ദൈവകുഞ്ഞാട് എവിടെ പോകുന്നോ അവർ കുഞ്ഞാടിനെ പിന്തുടരുന്നവരാണ്. അവർ കൽപ്പിക്കുന്നതെല്ലാം, അവർ കൽപ്പനകളെല്ലാം, ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ പ്രമാണിക്കുന്ന ഒരു കൂട്ടരാണ്. അതായത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഇവർ പീഡനകാലത്തിലെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഈ 144,000 പേര് ഇവർ ലോകമെങ്ങും പോകും, ഭൂമിയുടെ അറ്റത്തോളം പോകും. ഇവർ പോകുന്നിടത്തൊക്കെ ആ ദേശത്തെ ഭാഷ സംസാരിക്കാനുള്ള കൃപ ദൈവം ഇവർക്ക് കൊടുക്കും. ഇവർ പ്രസംഗിക്കുന്ന സുവിശേഷം ഏതാണ്? രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഇന്നത്തെ കൃപയുടെ സുവിശേഷമല്ല, രാജ്യത്തിൻ്റെ സുവിശേഷമാണ് ഇവർ പ്രസംഗിക്കുന്നത്. ഇവർ പോകുന്നതൊക്കെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തോ, പരസ്യ ശുശ്രൂഷ ചെയ്തോ, കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ യഹൂദരല്ലാതെ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ കളഞ്ഞുപോയ ആടുകളുടെ അടുക്കെ അല്ലാതെ വേറെ ആരുടെയും അടുക്കെ പോകല്ലെന്ന് പറഞ്ഞതുപോലെ ഇവരും യഹൂദന്മാരുടെ അടുക്കലാണ് പോകുന്നത്. ലോകമെങ്ങുമുള്ള യഹൂദന്മാരുടെ അടുക്കൽ ഇവർ പോകും. അവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന അവർ ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അതായത് അവരെ ഏൽപ്പിച്ച സുവിശേഷം അത് കറക്റ്റായിട്ട് അവർ മിക്സ് ചെയ്യാതെ അവർ പറയുകയുണ്ടായി. അതാണ് ആ ഒരു വാക്യത്തിൻ്റെ ഒരു അർത്ഥം എന്ന് ഞാൻ കരുതുന്നു. ഇവരെ ഈ വെളിപ്പാട് 14-ന്റെ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇവരെ ദൈവകുഞ്ഞാടിനോട് കൂടെ ഒരു ആദ്യ ഫലമായിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നതായിട്ട് നമുക്കിവരെ കാണാൻ കഴിയും. ഇവർ പീഡനകാലത്തിൻ്റെ മധ്യഭാഗത്ത് ഇവർ റാപ്ചറായി ഇവരെടുക്കപ്പെട്ട് ഇവർ കുഞ്ഞാടിനോട് കൂടെ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മിഡ് ട്രിബുലേഷൻ റാപ്ചർ ഉണ്ട്,
അതുപോലെ തന്നെ 2 സാക്ഷികൾ അവർ കൊല്ലപ്പെട്ട് 3 ദിവസം അവരുടെ ബോഡി യെരുശലേമിൽ തെരുവിൽ കിടക്കും. 3-ാം ദിവസം അവർ എഴുന്നേറ്റ് അവരും റാപ്ചർ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ മിഡ് ട്രിബുലേഷൻ റാപ്ചർ കാരണം പലരും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അവർ പറയുന്ന അല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റെപ്രസെൻറ്റേഷനാണ് അത്. അല്ല, ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ മരണനിഴൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരു അനർത്ഥം ഭവിക്കുകയില്ല, ഒരു അനർത്ഥം ഞാൻ ഭയപ്പെടുകയില്ല. അവസാനം പറയുന്നുണ്ട്, ഒടുവിൽ നീ എന്നെ വീട്ടിൽ ചേർത്തുകൊള്ളും. അതുപോലെ ഈ ഒരു ഗ്രൂപ്പ് മരണം കാണാതെ ഇവർ റാപ്ചർ ആകുകയാണ്. ഏലിയാവിൻ്റെ ഒരു എക്സാമ്പിൾ പഴയ നിയമത്തിൽ, അതുപോലെ ഹാനോക്കിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു മിഡ് ട്രിബുലേഷൻ റാപ്ചർ. മഹോപദ്രകാലത്തിൻ്റെ മധ്യഭാഗത്താണ് ഇവർ സ്വർഗത്തിലുള്ള പുതിയ യെരുശലേമിലെ അവിടാണ് ഇവരെടുക്കപ്പെടുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇരിക്കുന്ന സ്വർഗം അതല്ല, ഇത് പുതിയ യെരുശലേം. ഇവരുമായിട്ടാണ് പുതിയ യെരുശലേം അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു 2-ാം വരവെങ്കിൽ ഒലിവ് മലയിൽ വരുമ്പോഴും തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ ഇവരും ആ കൂട്ടത്തിലുണ്ട്. നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത കാര്യം ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നത് ദ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു മഹാപുരുഷാരം നമുക്ക് കാണാൻ കഴിയും. അവർ ആരാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 തൊട്ട് 12 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു, ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അപ്പോൾ പൊതുവായിട്ട് ഉള്ള ടീച്ചിങ്, ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഇത് ജെൻറ്റൈൽസ്, എല്ലാ ദേശത്തു നിന്നുള്ള ജെൻറ്റൈൽസ്, അവർ മഹോപദ്രകാലത്ത് രക്ഷിക്കപ്പെട്ടവർ, രക്തസാക്ഷികളായവർ, അവരുടെ ആത്മാക്കളാണ് എന്നാണ് പൊതുവെ ഉള്ള അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നമ്മൾ നോക്കണം, റോമർക്കെഴുതിയ ലേഖനം 11-ന്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജാതികളുടെ സംഖ്യ പൂർണ്ണമായി പ്രവേശിച്ച് കഴിയുന്നതായിട്ട് നമുക്ക് ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് മുമ്പോട്ട് അടുത്ത സ്ലൈഡിൽ നമുക്ക് പഠിക്കാം. ഈ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചറിന് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ ടൈം എന്ന് പറഞ്ഞാൽ ജെൻറ്റൈൽസിന് ഈ കൃപയെ ടോട്ടലി വേണ്ട, ഇതിനെ തിരസ്കരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബൈബിൾ വായിച്ചിട്ട് കൃപയുടെ സത്യം മനസ്സിലാകാൻ കഴിയാത്തൊരു രീതിയിലേക്ക് വ്യത്യസ്തമായ ബൈബിളുകളൊക്കെ വന്നു കഴിയുമ്പോൾ കർത്താവ് പറയും, ഓക്കെ, സഭ, എൻ്റെ ശരീരമാകുന്ന സഭയെ എൻ്റെ അരികിൽ ഞാൻ ചേർക്കാൻ പോവുകയാണെന്ന് കർത്താവിൻ്റെ ആ ഒരു ടൈം, പിതാവായ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈം. ആ ടൈമിൽ എത്ര പേര്
ജെൻറ്റൈൽസ് ആണെങ്കിലും ശരി, യഹൂദരാണെങ്കിലും ശരി, ഏത് ജാതി മതഭേദമന്യേ ഒരു ഡിഫറൻസും ഇല്ലാതെ, കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. പക്ഷെ ദൈവത്തിനൊരു ടൈമുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് നോഹയിൽ കൂടി ദൈവം ആ ദേശത്തുള്ളവരോട് എല്ലാവരോടും പറഞ്ഞു, എന്താണ്? ഒരു മഹാപ്രളയം വരാൻ പോകുകയാണ്. നോഹയ്ക്ക് ദൈവം ഒരു രക്ഷാമാർഗം കൊടുത്തു പറയുകയാണ്. അപ്പം നോഹ അത് പെട്ടകം പണിതു. 120 വർഷത്തോളം അത് പ്രസംഗിച്ചു. ഒടുവിൽ ദൈവം പറഞ്ഞൊരു സമയത്ത് നോഹയും വെറും 8 പേര് മാത്രം അതിനകത്ത് കയറി. ഒടുവിൽ ദൈവം ആണ് ആ പെട്ടകത്തിന്റെ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുന്നത്, അല്ലേ? പിന്നെ അത് നോഹയ്ക്ക് പോലും അത് തുറക്കാൻ കഴിയില്ല. പിന്നെ ആൾക്കാരൊക്കെ അനേകർ ശ്രമിച്ചു എങ്ങനെയും പെട്ടകത്തിനകത്ത് കയറുവാൻ. പക്ഷെ ദൈവം അടച്ചു. ദൈവം ഇവരോട് കൂടെ ഉണ്ടായിരുന്നു, നോഹയോട് കൂടെ. അപ്പൊ എല്ലാവർക്കും ഓഫർ ഉണ്ടായിരുന്നു, ഇല്ല? അതിനകത്ത് പ്രവേശിക്കാൻ ഓഫർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രവേശിച്ചവർ 8 പേര് മാത്രം. അതുപോലെയാണ് ഈ റാപ്ചറിന്റെ ടൈമിൽ. അപ്പൊ ജാതികളുടെ ടൈം അല്ല, ജാതികളുടെ ആ സംഖ്യ പൂർണ്ണത വരുവോളം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവര് അതിനുശേഷം പോകുന്നതെല്ലാം അന്യജാതികളുടെ ഇടയിലാണ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7:13 തൊട്ട് 17 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളം നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവര് ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൊടുത്ത വാഗ്ദത്തങ്ങൾ. നമുക്കൊന്ന് നോക്കാം. ഈ കാര്യങ്ങൾ യഹൂദരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ വലിയ പുരുഷാരം 144,000 പേരുടെ ഇവാഞ്ചലിസം, ഒരു വേൾഡ് വൈഡ് മിനിസ്ട്രി, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ വലിയ കൂട്ടം ദൈവകുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത്. മുമ്പ് നമ്മൾ കേട്ടതുപോലെ ഇവര് എല്ലാ രാജ്യങ്ങളിലും പോയി. അവർ പോയടുത്ത ഭാഷ അവർക്ക് സംസാരിക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കുകയുണ്ടായി. ഈ ഗ്രൂപ്പ്, ഈ വലിയ പുരുഷാരം പ്രധാനമായിട്ടും ജൂവിഷാണ്, യഹൂദരാണ്. കാരണം ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിന് ശേഷം രാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത്. പ്രവചന പദ്ധതിയാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. അത് ജെൻറ്റൈൽസിനോടല്ല, അത് യഹൂദരോടാണ്. വീണ്ടും യഹൂദരും അന്യജാതിക്കാരുടെ ഇടയിൽ ഉള്ള ആ വേർതിരിവിൻ്റെ ആ മതിൽ, നടുച്ചുവർ വീണ്ടും ഉയർത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 12:13 നമുക്കൊന്ന് വായിക്കാം. അവിടെയും നമുക്ക് ഈ കുരുത്തോലയും ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയും. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. അപ്പൊ ഇത് മുമ്പ് നടന്ന ഒരു കാര്യം തന്നെ വീണ്ടും നടക്കുന്നതായിട്ടുള്ളൊരു പ്രോഫറ്റിക് കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. മത്തായി സുവിശേഷം 10:5 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അന്യജാതിക്കാരുടെ വീട്ടിൽ പോകരുതേ.
സമരിയ പട്ടണത്തിൽ കടക്കരുത്. കാരണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കറിയാം, അസിറിയൻ രാജാവ് സമരിയ പട്ടണത്തിൽ കൊണ്ട് അന്യജാതികളെയാണ് പാർപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 10:28 പത്രോസ് അപ്പോസ്തലൻ, നമുക്കൊന്ന് വായിക്കാം. എന്താണ് പത്രോസ് അപ്പോസ്തലൻ അന്യജാതിക്കാരൻ്റെ വീട്ടിൽ ആദ്യം പോകുമ്പോൾ പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ അപ്പോസ്തല പ്രവൃത്തി 10 പോലും പത്രോസ് അന്യജാതിക്കാരാണ്. അതുകൊണ്ട് യഹൂദർ അന്യജാതികളോട് ഇടകലരുന്നില്ല. ആ സമയത്തെ മഹോപദ്രത്തിൽ സ്തേഫാനോസിനെ കൊല്ലപ്പെടുന്നതിൻ്റെ ശേഷം ഉണ്ടായ ആ ഒരു പീഡന സമയത്ത് ഇസ്രായേൽ മക്കൾ, യഹൂദർ അനേകർ യെരൂശലേം വിട്ടു പോവുകയുണ്ടായി. ആ വിട്ടു പോയവർ പോലും തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ അന്യജാതിക്കാരുടെ അടുക്കലെങ്ങും പോയിട്ടില്ല എന്ന്. അപ്പോസ്തല പ്രവൃത്തി 21:20 പോലും യഹൂദരുടെ ഇടയിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. അവരെല്ലാവരും അപ്പോസ്തല പ്രവൃത്തി 21 പോലും അവരെല്ലാവരും യഹൂദരുടെ അടുക്കൽ മാത്രമാണ് പോകുന്നത്. അവരെല്ലാവരും ന്യായപ്രമാണ താല്പര്യരുമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും, പത്രോസും 12 ശിഷ്യന്മാരും അവര് പരിച്ഛേദനക്കാരുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ, അതുമായിട്ട് പരിച്ഛേദനക്കാരുടെ ഇടയിലേക്ക് പോകുകയും പൗലോസും ബർന്നബാസും ദ ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ അതുമായിട്ട് എവിടെ പോകുന്നത്? അന്യജാതിക്കാരുടെ ഇടയിലായിട്ടാണ് പോകുന്നത്. ഇവർ രണ്ടും ചേർന്ന് മിക്സ് ആകുന്നില്ല, റൈറ്റ്? ഇവർ രണ്ടും വ്യത്യസ്തമായ വഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 144,000 പേരെയും ഏൽപ്പിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അവരും ലോകമെങ്ങുമുള്ള യഹൂദരുടെ അടികൾ ചെന്ന് ശുശ്രൂഷ ചെയ്ത് അങ്ങനെ യഹൂദന്മാർ കൊല്ലപ്പെട്ട് അങ്ങനെ അവരാണ് ഈ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു വലിയ മഹാപുരുഷാരം കാണുന്നത്. ഇസ്രായേലാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ രാപ്പകൽ സേവനം ചെയ്യുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈ മഹാപുരുഷാരം ദൈവസേന. നമുക്ക് 7:15 എന്ന് വായിക്കാം, വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ലൂക്കോസ് 1:73 മുതൽ 75 വരെയുള്ള വാക്യത്തിൽ സക്രിയ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. അപ്പോൾ ആരാണ് രാപ്പകൽ ദൈവാലയത്തിൽ ആയുഷ്കാലമൊക്കെയും സേവനം ചെയ്യാൻ പോകുന്നത്? അബ്രഹാമിൻ്റെ മക്കളാണ്, അല്ലെ? ഇസ്രായേൽ മക്കളാണ്. ഓക്കെ, അടുത്തത് വെളിപ്പാട് 7:16 നമുക്കൊന്ന് വായിക്കാം. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയും ഇല്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ഈ വാഗ്ദത്തം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്തമാണ്.
യെശയ്യാ 49:8-12 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്ന്, അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്റെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും. അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും. ഞാൻ എൻ്റെ മലകളെയൊക്കെയും വഴിയാക്കും, എൻ്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും. ഇതാ, അവർ ദൂരത്ത് നിന്നും, ഇവർ വടക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും, ഇവർ സീനീം ദേശത്ത് നിന്നും വരുന്നു. ഇത് ആർക്ക് കൊടുത്ത വാഗ്ദത്തമാ? ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു വാഗ്ദത്തമാ. ഇവിടെ ദൈവം അവർക്ക് ഒരു നല്ല ഇടയനായിട്ട് ഇരുന്ന് ദൈവമാണ് ഇവരെ നയിക്കുന്നത്. ദൈവമാണ് ഇവരെ നല്ല ശുദ്ധജലത്തിങ്കിലേക്ക്, ഉറവയിലേക്ക് നയിക്കുന്നത്. റൈറ്റ്? അപ്പം ഇതേ കാര്യം മുമ്പ് ഇവരോട്, ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്ത കാര്യമാണ് ഈ മഹാപുരുഷാരത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, വെളിപ്പാട് 7:17 വാക്യം. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. 1 പത്രോസ് 5:4 പത്രോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനായിട്ടാണ്? ശ്രേഷ്ഠ ഇടയൻ, അല്ലെങ്കിൽ ഇടയ ശ്രേഷ്ഠനായിട്ടാണ്, അല്ലേ? അത് 1 പത്രോസ് 5:4 സങ്കീർത്തനം 23 അതിൻ്റെ 1-2 ദാവീദ് പറയുന്നത് എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, അല്ലേ? പച്ച പുൽമേടുകളിലേക്ക് എന്നെ നയിക്കുന്നു, അല്ലേ? സ്വസ്ഥതയുള്ള ജലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല ഇടയനായിട്ടാണ് ദാവീദ് കർത്താവിനെ, യഹോവയെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് യെശയ്യാ 65-ാം അധ്യായത്തിൻ്റെ 19, 24, 25 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കണ്ണുകളിലെ കണ്ണുനീരെല്ലാം തുടച്ച് നീക്കും. ഇനിയും അവിടെ കരച്ചിൽ, വിലാപങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ളൊരു പ്രോമിസ്, എന്നുള്ളൊരു വാഗ്ദത്തം ആർക്ക് കൊടുത്തതായിരുന്നു? ഇസ്രായേലിനാണ്, അല്ലേ? യെരൂശലേമിലാണ്, ഇല്ലേ? യെരൂശലേമിലെ ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കും എന്നുള്ളൊരു പ്രോഫസി. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് സമയത്താണ് നടക്കുന്നത്? 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന കാര്യമാണ്, ഇല്ലേ? ആ ഒരു ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ. അപ്പോൾ ഈ മഹാപുരുഷാരം ആരാണ്? യഹൂദരാണ്. അപ്പോൾ തന്നെ നമുക്ക് എസ്തറിൻ്റെ പുസ്തകം 8:17 നമ്മൾ വായിക്കുമ്പോൾ നമുക്കതൊന്ന് വായിക്കാം. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെ ഉള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായിത്തീർന്നു. അപ്പോൾ നോക്കണേ, ജെൻറ്റൈൽസിൽ പലർ, അന്യജാതിക്കാരെന്ത് ചെയ്തു? യഹൂദന്മാരെ ഭയപ്പെട്ട് അവർ മതം മാറുകയാണ്. അവർ യഹൂദ മതം സ്വീകരിക്കുകയാണ്. ഈ 144,000 പേരുടെ ശുശ്രൂഷയിൽ ഒരുപക്ഷെ യഹൂദർ, ജെൻറ്റൈൽസ്, വിജാതിക്കാർ ഒരുപക്ഷെ ചിലർ അവരുടെ മതം മാറിയെന്ന് വരാം. അങ്ങനെ മാറുമ്പോൾ
ആൻറ്റൈ ക്രൈസ്റ്റൊക്കെ എന്ത് ചെയ്യും? അവരെ കൊന്നെന്ന് വരും അല്ലേ? അപ്പോൾ അങ്ങനെ വല്ല ഒരു ചുരുക്കമായ ഒരു ഗ്രൂപ്പിൽ ഒരു ജെൻറ്റൈൽസ് ഒരു പക്ഷേ അതിനകത്തുണ്ടെന്ന് വരാം. പക്ഷേ പ്രിഡോമിനൻ്റ്ലി ആ വലിയ പുരുഷാരം യഹൂദർ തന്നെയാണ്. പുറപ്പാട് 12:38 നമ്മൾ വായിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ ഒരു സംരക്ഷ ജാതി, നമുക്കൊന്ന് വായിക്കാം. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോട് കൂടെ പോന്നു. ഒരു മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡ്, അതായത് യഹൂദരല്ലാത്തവരും ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിന് വേണ്ടി ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്ത് അത് കണ്ട് അനേക മിസ്രൈമ്യർ പോലും ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വീകരിച്ച് അവരും ഇസ്രായേലിനോട് കൂടെ മിസ്രൈം വിട്ടിട്ടുണ്ട്. ഒരു സ്മോൾ പോർഷൻ ജെൻറ്റൈൽസ് ആ ഒരു രീതിയിൽ കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷേ പ്രിഡോമിനൻ്റ്ലി ആ ഗ്രൂപ്പ് യഹൂദരാണ്. അപ്പോൾ സഭയുടെ ആ കൃപായുഗം തീരുമ്പോൾ, സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം പിന്നെ ദൈവം ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്ന യഹൂദരോടാണ്, ജാതികളോടല്ല. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 11:25 ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, until the fullness of the Gentiles be come in, അവർ പ്രവേശിച്ച് കഴിയുവോളം. അപ്പോൾ അതിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ഒരു വെളിച്ചമുണ്ടാവും. കാരണം ദൈവം ഇപ്പോൾ അവരോടാണ് ഇടപെടുന്നത്. അവരുടെ ഇടയിൽ 144,000 പേര് ശുശ്രൂഷ ചെയ്യുന്നു. അവരുടെ ഇടയിൽ 2 സാക്ഷികൾ ഉണ്ട്. അങ്ങനെ യഹൂദരുടെ ആ ഒരു അന്ധത മാറാൻ ഇടയാകും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടിടത്തോളം, ഞാൻ മറ്റ് പല ഈ കമൻട്രീസ് വായിച്ച് നോക്കിയപ്പോൾ അവരൊക്കെ പറയുന്ന ഈ ഗ്രൂപ്പ് ജെൻറ്റൈൽസ് ആണെന്ന്. അപ്പോൾ ജെൻറ്റൈൽസിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് റാപ്ചറിന് ശേഷവും രക്ഷിക്കപ്പെടുവാൻ. അത് വളരെ അതെന്നാന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കർത്താവ് തുറന്നിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനിൽ കൂടി തുറന്നിരിക്കുന്ന ആ ഒരു കൃപയുടെ സുവിശേഷത്തെ അണ്ടർമൈൻ ചെയ്യുക അല്ലേ? അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറേ. ഇന്ന് ജെൻറ്റൈൽസിന് രക്ഷയുടെ മാർഗം പൗലോസ് അപ്പോസ്തലനിൽ കൂടി വെളിപ്പെടുത്തിയ ആ കൃപയുടെ സുവിശേഷം മാത്രമാണ്. പൗലോസ് പറയുക, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുവാനുള്ളവർക്കാണ്. ആ വാക്യം എത്രയോ ഇമ്പോർട്ടൻ്റാണ്. എത്ര ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഇന്ന് ഈ സത്യവചനം, കൃപയുടെ സുവിശേഷം പഠിക്കുവാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആ ഒരു ഭാഗ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ടേക്കിംഗ്